140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് അനുവദിക്കില്ല. ടി.വി.കെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ നിർണായക പ്രസ്താവന. എം.വി. ഗോവിന്ദനെതിരായ കെ സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. ഗവിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ടബലാത്സംഗമെന്ന സംശയം, ഒരാൾ പിടിയിൽ. പി.എസ്.സി ബുള്ളറ്റിനിൽ ഗുരുതര പിഴവ്. രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ. പിഴവ് സമ്മതിച്ച് പി.എസ്.സി. പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്ന പ്രസ്താവന രാഹുലിന് സവർണബോധമെന്ന് എ.കെ. ബാലൻ. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് അനുവദിക്കില്ല. ടി.വി.കെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ നിർണായക പ്രസ്താവന. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് ടി.വി.കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും സർക്കാർ വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം. ദ്വിഭാഷ തുടരുമെന്ന് നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുന്ന കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുകയും ചെയ്തു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്ന രാഷ്ട്രീയ നയം വിജയ് സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ദ്രാവിഡ പാർട്ടികളുടെ നിലപാട് തന്നെയാണ് സർക്കാരിനെന്നും വ്യക്തമാക്കി. എം.വി. ഗോവിന്ദനെതിരെ കെ സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ കെ സുധാകരൻ MP നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം CJM കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ആ വീട്ടിൽ സുധാകരനും ഉണ്ടായിരുന്നു എന്ന് 2023 ജൂൺ മാസത്തിലെ ദേശാഭിമാനി വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് എം.വി. ഗോവിന്ദൻ ആരോപിച്ചിരുന്നു. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് സുധാകരൻ MP-മാരുടെയും MLA-മാരുടെയും കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. എം.വി. ഗോവിന്ദന് പുറമെ ഇതേ ആരോപണം ആവർത്തിച്ച അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.P. ദിവ്യയ്ക്കും ദേശാഭിമാനി ദിനപത്രത്തിനും എതിരെ സുധാകരൻ കേസ് കൊടുത്തിരുന്നു. ഗവിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ടബലാത്സംഗമെന്ന സംശയം, ഒരാൾ പിടിയിൽ. ഗവിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയുടേത് കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. അങ്കണവാടി ജീവനക്കാരിയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് പിടികൂടി. ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വനമേഖലയിലാണ് അങ്കണവാടി ജീവനക്കാരിയുടെ മൃതദേഹം കണ്ടത്. അതേസമയം 32കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പോലീസിന് സംശയമുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. പി.എസ്.സി ബുള്ളറ്റിനിൽ ഗുരുതര പിഴവ്. രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ. പിഴവ് സമ്മതിച്ച് പി.എസ്.സി ബുള്ളറ്റിനിൽ മികച്ച തിരക്കഥാകൃത്തിന്റെ പേരിന്റെ ഭാഗത്ത് കൊലക്കേസ് പ്രതിയുടെ ഫോട്ടോ. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ വന്നത്. മെയ് 15-ലെ ബുള്ളറ്റിനിലാണ് ഈ ഗുരുതര പിഴവ് കണ്ടെത്തിയിരിക്കുന്നത്. ഷുഹൈബ് വധക്കേസ് പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. സംഭവത്തിൽ പി.എസ്.സി തെറ്റ് സമ്മതിച്ചുവെങ്കിലും എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല. പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്ന പ്രസ്താവന. രാഹുലിന് സവർണബോധമെന്ന് എ.കെ. ബാലൻ. രാഹുലിന് സവർണബോധമാണെന്നും ജാതിബോധം ഉള്ളതുകൊണ്ടാണ് പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്നാണ് CPM നേതാവ് എ.കെ. ബാലന്റെ പരാമർശം. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമില്ല. പിണറായിയെ കെട്ടിപ്പിടിക്കാനുള്ള പ്രശ്നം രാഹുലിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ജാതിബോധമാണെന്നും എ.കെ. ബാലൻ വിമർശിച്ചു.